അതായത് കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞു. നമ്മൾ കണ്ടു, കൃഷ്ണൻ തൻ്റെ ദ്വാരകയിലേക്ക് പോവാൻ തയ്യാറായി നിൽക്കുമ്പോഴാണ് കുന്തിദേവിയോട് യാത്ര ചോദിക്കാൻ പോകുന്നതും ആ സമയത്ത് കുന്തിദേവി കൃഷ്ണനെ സ്തുതിക്കുന്നതും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കൃഷ്ണൻ പോവാൻ നേരത്താണ് കൃഷ്ണനെ തടുത്തു മറ്റൊരാൾ. ആരാണ് തടുക്കുന്നത്? മറ്റാരുമല്ല, യുധിഷ്ഠിരൻ. ആരാ യുധിഷ്ഠിരൻ? പാണ്ഡവരിൽ മൂത്ത ആളാണ്. ആര്? യുധിഷ്ഠിരൻ. അപ്പം രാജ്യം ഭരിക്കേണ്ടത് യുധിഷ്ഠിരനാണ്. പക്ഷേ യുധിഷ്ഠിരനെ വലിയ കുറ്റബോധം വിഴുങ്ങി. യുധിഷ്ഠിരൻ, അദ്ദേഹത്തിൻ്റെ മറ്റൊരു പേരാണ് ധർമ്മപുത്രൻ. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വലിയൊരു ഗിൽറ്റ് കോൺഷ്യസ്നസ് എന്ന് പറയും. വലിയൊരു കുറ്റബോധം. എന്നാണ് പാപഭാരം കുടുങ്ങിയത്? കുരുക്ഷേത്ര യുദ്ധം ധർമ്മയുദ്ധം ആയിരുന്നു എങ്കിൽ എന്നാണ് പറയുന്നതെങ്കിലും അതിൽ ധർമ്മം ഒരിക്കലും ഉണ്ടായിരുന്നില്ല. അധർമ്മത്തിലൂടെയാണ് ഈ രാജ്യം ഞങ്ങൾ നേടിയെടുത്തത്. അതിന് വലിയ വില നൽകേണ്ടി വന്നു, മഹാ അപരാധങ്ങൾ ചെയ്യേണ്ടി വന്നു, തെറ്റുകൾ കാണിക്കേണ്ടി വന്നു, തീർത്താൽ തീരാത്ത, പൊറുത്താൽ പൊറുക്കാൻ പറ്റാത്ത അപരാധങ്ങൾ ചെയ്യേണ്ടി വന്നു. എന്തൊക്കെ അപരാധ ചെയ്തത്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പാണ്ഡവരെന്തൊക്കെ തെറ്റാ ചെയ്തത്? എന്തൊക്കെ തെറ്റാ ചെയ്തത്? ഏതെങ്കിലുമൊക്കെ ഒന്ന് പറയൂ നിങ്ങൾ. കർണനെ കൊന്നതും ഇത്രയേ ഉള്ളൂ. നിങ്ങൾ നോക്കൂ, ദ്രോണാചാര്യരെ പോലും മര്യാദയ്ക്കല്ല കൊല്ലുന്നത്. ദ്രോണാചാര്യരെ മര്യാദയ്ക്ക് കൊല്ലാൻ പറ്റിയില്ല, ചതിപ്രയോഗത്തിലാണ് കൊല്ലുന്നത്. എങ്ങനെ, എന്ത് ചതി ഉപയോഗിച്ചറിയോ? യുധിഷ്ഠിരനെ കൊണ്ട് കൃഷ്ണൻ നുണ പറയിപ്പിച്ചു. യുധിഷ്ഠിരനോട് പറഞ്ഞു, യുധിഷ്ഠിര ഉറക്കെ പറയണം ധർമ്മപുത്രനോട്. എന്താ പറയേണ്ടത്? ഇന്ന് ദ്രോണരെ വധിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ദ്രോണരെ വധിക്കാൻ ഒറ്റ വഴിയുള്ളൂ. എന്ത്? ഒരൊറ്റ കാര്യം ഉറക്കെ വിളിച്ചു പറയണമെന്ന്. എന്താ വിളിച്ചു പറയേണ്ടത്? അശ്വത്ഥാമാ ഹത എന്ന് പറയണം. എന്താ പറയേണ്ടത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മരിച്ചു എന്ന്. യുധിഷ്ഠിരൻ പറഞ്ഞു, കൃഷ്ണ പോയി പണി നോക്ക്, ഞാൻ നുണ പറയില്ല എന്ന്. എന്നെ അങ്ങനെ നുണ പറയിപ്പിക്കരുത് കൃഷ്ണ എന്ന്. അപ്പം കൃഷ്ണൻ പറഞ്ഞു, ഞാൻ നുണയല്ല യുധിഷ്ഠിര പറയണത്, അശ്വത്ഥാമാവ് മരിച്ചു എന്ന്. കൃഷ്ണ, ഇത് പച്ച നുണയാണ്. അശ്വത്ഥാമാവ് എവിടെയാണ് മരിച്ചത്? ആരോ കൃഷ്ണനെ തെറ്റിദ്ധരിപ്പിച്ചാണ്. കൃഷ്ണൻ പറഞ്ഞു, ഞാൻ പറയുന്നത് ആ ആനയുടെ കാര്യമാണ്. ദേ കിടക്കുന്ന ആന കണ്ടില്ലേ? ആ ആനയുടെ പേര് അശ്വത്ഥാമാവാണ്. അപ്പം ഈ യുധിഷ്ഠിരൻ ചോദിച്ചു, കൃഷ്ണൻ എങ്ങനെ? എനിക്കറിയാം അശ്വത്ഥാമാവാണെന്ന് അതിൻ്റെ പേര്. നുണ പറഞ്ഞായിരിക്കും കൃഷ്ണൻ. അല്ലെങ്കിൽ ഇപ്പം ആനയുടെ പേരൊക്കെ കൃത്യം ആരെങ്കിലും ഓർത്ത് വയ്ക്കുമോ? അത് പറഞ്ഞാൽ മതി എന്ന്. അപ്പം കൃഷ്ണൻ പറയുന്നത് സത്യമാണോ എന്ന്? സത്യമാണ്. അശ്വത്ഥാമാവാകുന്ന ആന മരിച്ചു. അപ്പം ഞാൻ അശ്വത്ഥാമാ ഹത എന്ന് പറയില്ല, അശ്വത്ഥാമാ കുഞ്ചര ഹത എന്ന് പറയും. കുഞ്ചര എന്ന് പറഞ്ഞാൽ ആരാണ്? ആനയാണ്. അപ്പം കൃഷ്ണൻ ഒരു കാര്യം കൂടി പറഞ്ഞു, ഈ കുഞ്ചര എന്നുള്ള വാക്ക് പതുക്കെ പറയാവുന്നു, ബാക്കിയുള്ള രണ്ട് വാക്കും ഉച്ചത്തിൽ പറയണം. ഏത് പതുക്കെ പറയാവൂ? കുഞ്ചര എന്നുള്ളത്. ഈ യുധിഷ്ഠിരൻ നുണ അറിയില്ല. യുധിഷ്ഠിരൻ വളരെ സത്യസന്ധനാണ്, പാലക്കാട്ടുകാരനാണെന്ന് തോന്നുന്നു. അപ്പോൾ യുധിഷ്ഠിരൻ തേരിലിരുന്ന് ഉറക്കെ അശ്വത്ഥാമാ പറഞ്ഞ് കുഞ്ചര എന്ന് പറയുമ്പോൾ കൃഷ്ണൻ എന്ത് കാലിനൊരു ചവിട്ട് വെച്ച് കൊടുത്തു. കാലിനൊരു ചവിട്ടി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാ കുഞ്ചര എന്ന് പറയുക? പറയുന്നത് ഒരേ ഒച്ചത്തിൽ പറയാൻ പറ്റുമോ? അതിൻ്റെ ടോൺ മാറിപ്പോയി. പിന്നെ ഹത അങ്ങനെ വന്നു. ഇത് പാവം ആര് കേട്ടു? ദ്രോണാചാര്യർ. ഇപ്പം എന്താ കേട്ടത്? അശ്വത്ഥാമാ ഹത. അതായത് തൻ്റെ പുത്രൻ മരിച്ചു, തനിക്ക് പുത്രനെ നഷ്ടപ്പെട്ടു എന്ന്. ഒരു നിമിഷം തലയ്ക്ക് ബോധം കെട്ടവനെ പോലെ നിൽക്കുമ്പോഴാണ് കൃഷ്ണൻ ദൃഷ്ടദ്യുത്മനോട് കൊടുക്കാൻ പറയുന്നത്. എല്ലാം ഒരു നിമിഷം കൊണ്ട് തീർത്ത് കളഞ്ഞു. ഒരു അബോധാവസ്ഥയിൽ എന്ന പോലെ നിൽക്കുന്ന ദ്രോണാചാര്യരുടെ നെഞ്ചിലേക്ക്
ധൃഷ്ടദ്യുമ്നൻ അമ്പെയ്തു. അങ്ങനെയാണ് ആരെ കൊല്ലുന്നത്? ദ്രോണാചാര്യൻ. അത് കഴിഞ്ഞ് ഭീഷ്മ പിതാമഹൻ്റെ ഊഴം വന്നപ്പോൾ പിതാമഹനെ വീഴ്ത്താൻ ആർക്കെങ്കിലും പറ്റുമോ? പാണ്ഡവരിനി ഒരു ജന്മം എടുക്കണം അതിന്. സാക്ഷാൽ പരശുരാമൻ പോലും തോറ്റുപോയത് ആരെ മുന്നിലാണെന്നറിയോ? ഭീഷ്മരുടെ മുന്നിലാണ്. ആ ഭീഷ്മരെ എങ്ങനെ തോൽപ്പിക്കാൻ പറ്റുമെന്ന് അതിനും കൃഷ്ണനൊരു ടെക്നിക്ക് ഉപയോഗിച്ചു. പാണ്ഡവരുടെ കൂട്ടത്തിൽ ഇപ്പോൾ നമുക്ക് ഇംഗ്ലീഷിലൊരു വാക്കുണ്ട്, ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞിട്ട്. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? എന്താ ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാൽ? എന്താ ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാൽ? ആണും പെണ്ണും അല്ലാത്തൊരു സാധനം. പെണ്ണിൻ്റെ വേഷത്തിലായിരിക്കും, പക്ഷെ ആണാണോ അറിയില്ല. ആണും പെണ്ണും അല്ലാത്ത. ഇപ്പം അങ്ങനെയല്ല, ചിലപ്പം ആണ് പെണ്ണായി തീരുന്നതിനെയാണ് എന്തു പറയുക, ട്രാൻസ്ജെൻഡർ എന്നൊക്കെ പറയുന്നത്. ഇവിടെ അങ്ങനൊരു ആളുണ്ട്, പെണ്ണ് ആണായത്. ആ ആളുടെ പേരാണ് ശിഖണ്ഡി എന്ന് പറയുന്നത്. ആരാണ്? ഇപ്പം ശിഖണ്ഡി ശരിക്കും പറഞ്ഞാൽ പെണ്ണാണ്, അമ്പയാണ്. ആരാണ്? പക്ഷെ പാണ്ഡവരുടെ കൂട്ടത്തിൽ ഈ അമ്പ ആരുടെ കൂടെ, ആരെ പോലെ നിൽക്കുന്നു? ആരെ പോലെ നിൽക്കുന്നു? ഒരു ശിഖണ്ഡിയെപ്പോലെ നിൽക്കുന്നു. ആരെ പോലെ? അങ്ങനെ ശിഖണ്ഡിയുടെ രൂപത്തിൽ നിൽക്കുന്ന അമ്പയെ കൃഷ്ണൻ പറഞ്ഞു, ഭീഷ്മരെ നേരിടാൻ ഇന്ന് അമ്പ മുന്നിൽ നിൽക്കട്ടെ, ശിഖണ്ഡി മുന്നിൽ നിൽക്കട്ടെ. ആ ശിഖണ്ഡിയെ മുന്നിൽ കണ്ടതും ഭീഷ്മര് പറഞ്ഞു, സ്ത്രീയോട് യുദ്ധം ചെയ്യാൻ ഞാനത്ര ക്ഷത്രിയത്വമുള്ള ഇല്ലാത്തൊരാളല്ല. ഒരു നിമിഷം ശിഖണ്ഡിയെ കണ്ടത്, മാറ്റൂ അവളെ എൻ്റെ മുന്നിൽ നിന്ന് എന്ന് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നിന്ന് കളഞ്ഞു. അതായത് ഒരാളോട് യുദ്ധം ചെയ്യാൻ തയ്യാറില്ല എന്നത് കാണിക്കുന്നതിനായിട്ട് ആളൊന്ന് പുറകോട്ട് തിരിയുന്ന തിരിച്ചിലില്ല. കൃഷ്ണൻ അർജുനോട് പറഞ്ഞു, വിട്ടോളൂ എന്ന്. എന്ത് വിട്ടോളൂ? രഥമല്ല, അസ്ത്രം വിട്ടുകൊള്ളാൻ. പിന്നെ അങ്ങോട്ട് തുരുതുരാ അസ്ത്രം ഇത് ആ ഭീഷ്മരുടെ ശരീരത്തിൻ്റെ പുറം ഭാഗം മുഴുവൻ അസ്ത്രം കൊണ്ട് നിറച്ചു. കാല് അസ്ത്രം കൊണ്ട് തെന്നി മാറ്റിയപ്പോൾ ഒരു നിമിഷം അസ്ത്രത്തിലേക്ക് അദ്ദേഹം അങ്ങനെ മലർന്നടിച്ച് വീഴുകയാണ്, മലർന്ന് വീഴുകയാണ്. അങ്ങനെയാണ് അദ്ദേഹം ഏത് ശയ്യയിലായത്? ശരശയ്യയിലായത്. അതും ശരിക്കുള്ള ഒരു യുദ്ധമായിരുന്നില്ല, തോൽപ്പിക്കലായിരുന്നില്ല, അതൊരു ചതിപ്രയോഗമായിരുന്നു. ഇങ്ങനെ ഓരോ മഹാരഥന്മാരെയും പാണ്ഡവന്മാർ വീഴ്ത്തുന്നത് എങ്ങനെയാണ്? ചതിപ്രയോഗങ്ങളിലൂടെയാണ്. കർണനെ വീഴ്ത്തുന്നത് രഥചക്രം താഴോട്ട് ചളിയിൽ പൂണ്ടിരിക്കുമ്പോഴാണ്. ആണോ? ദുര്യോധനെയാണെങ്കിൽ നേരത്തെ കണ്ടുവല്ലോ, തുടയിൽ പൊട്ടിച്ചു. പണ്ട് കാലത്ത് ഗദ എവിടെ ഉപയോഗിക്കില്ല? അരക്കെട്ടിന് താഴെ ഉപയോഗിക്കില്ല. ഈ രീതിയിലൊക്കെയാണ് പാണ്ഡവന്മാർ കൗരവന്മാരെ തോൽപ്പിച്ചത്. യുധിഷ്ഠിരൻ്റെ ഉള്ളിൽ കുറ്റബോധം. എന്താ കുറ്റബോധം? ധർമ്മയുദ്ധം എന്ന് പറഞ്ഞ് അധർമ്മത്തിലൂടെയാണ് നമ്മൾ ഈ രാജ്യം നേടിയിരിക്കുന്നത്. ഇത് സത്യം പറഞ്ഞാൽ ക്ഷത്രിയന്മാർക്കൊട്ടും ചേർന്നതല്ല. ചതിയിലൂടെ, വഞ്ചനയിലൂടെ, പറ്റിക്കലിലൂടെ നേടിയെടുത്ത രാജ്യം. എനിക്ക് രാജ്യവും വേണ്ട, അധികാരവും വേണ്ട, ഞാൻ ഈ രാജ്യം ഭരിക്കില്ല എന്ന് കൃഷ്ണനോട് പറഞ്ഞു. ഉറക്കല്ല. കാരണം ഗുരുവിനെ കൊന്നത് ശരിയാണോ? ഭീഷ്മരെ പോലൊരു പിതാമഹനെ വീഴ്ത്തിയത് ശരിയാണോ? കുറ്റബോധം കൊണ്ട് അദ്ദേഹത്തിന് വല്ലാതെ ഉള്ളു നീറി. സ്വസ്ഥതയില്ല, ഉറക്കമില്ല, വേദന നിറഞ്ഞ മനസ്സ്. അങ്ങനെയുള്ള അദ്ദേഹത്തെ കൃഷ്ണൻ കൗൺസിലിംഗ് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നു. ആദ്യകാലത്തെ ഒരു കൗൺസിലിംഗ് ചെയ്ത ആളാണ് ആര്? കൃഷ്ണൻ. എന്നിട്ടോ അത് ഏറ്റില്ല. ആ ശ്ലോകങ്ങളൊക്കെ ഒന്ന് നോക്കാലോ ഭാഗവതത്തിലൂടെ. പ്രഥമസ്കന്ധത്തിൽ 9-ാമത് അധ്യായത്തിൽ ഇതൊക്കെ എന്തിനാ പറയണമെന്നുള്ളത് ഞാനിത് വായിച്ചതിന് ശേഷം പറയാം. പുസ്തകം എടുക്കൂ, പുസ്തകം വായിക്കണം നിങ്ങൾ ഭാഗവതം. കാരണം അത്ര ഗംഭീരമാണ് ഇതിലുള്ള ആഖ്യാനങ്ങൾ. പ്രഥമസ്കന്ധം 9-ാമത് അധ്യായത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ 46
6-ാമത് ശ്ലോകം. അതാദ്യം എടുക്കാം. ഭാഗവതത്തിലെ ഈ പുസ്തകമില്ലാത്തവരൊക്കെ ഒരു കിതാബ് സംഘടിപ്പിച്ചോളണേ. നിങ്ങൾക്ക് പഠിക്കണം താല്പര്യമുണ്ടേ. വെറുതെ വായും പൊളിച്ചിരുന്നിട്ട് കേട്ടിട്ട് എന്താ കാര്യം? ഈച്ച വരുന്നല്ലാതെ. വ്യാസാദ്യൈ ഈശ്വരൈരാജ്ഞൈ കൃഷ്ണേനത്ഭുതകർമ്മണ പ്രബോധോപി ഇതിഹാസൈ നാ ബുദ്ധ്യത ശുചാർപ്പിത. കണ്ടോ ശ്ലോകം? വ്യാസാദ്യൈ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വ്യാസഭഗവാനെ പോലുള്ള മഹാൻ. വ്യാസാദ്യൈ, വ്യാസഭഗവാനെ പോലുള്ള മഹാന്മാരും. പിന്നീട് ഈശ്വര കൃഷ്ണ, ഈശ്വരനായ ഭഗവാനായ കൃഷ്ണനും പ്രബോധോപി, പ്രബോധനം ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ദുഃഖത്തിൽ കുരുങ്ങിക്കിടക്കുന്ന, കുറ്റബോധത്തിൽ മുങ്ങിക്കിടക്കുന്ന യുധിഷ്ഠിരൻ്റെ മനസ്സിനെ ഉയർത്തിക്കൊണ്ടുവരാൻ ഇവരൊക്കെ പ്രബോധനം ചെയ്തു. പ്രബോധനം എന്ന് പറഞ്ഞാൽ ഇന്ന് ഇംഗ്ലീഷിൽ കൗൺസിലിംഗ് ചെയ്തു എന്നർത്ഥം. എന്ത് ചെയ്തു? കൗൺസിലിംഗ്. ഇന്നിപ്പോൾ ഇംഗ്ലീഷിൽ അതല്ലേ പറയുക? ആണോ? അവർക്ക് പറയൂ. അപ്പം ആ യുധിഷ്ഠിരൻ്റെ മനസ്സിനെ ആ വേദനയിൽ നിന്നും ഉയർത്തിക്കൊണ്ടുവരാൻ ആരൊക്കെ ശ്രമിച്ചു? എന്നപ്പോൾ പറഞ്ഞത് വ്യാസഭഗവാൻ തുടങ്ങിയവരും ആരും ശ്രമിച്ചു. കൂടെ വരുന്നില്ലേ നിങ്ങൾ? ശ്രീകൃഷ്ണ ഭഗവാനും ശ്രമിച്ചു. ആരും ശ്രമിച്ചു? ഉറക്കെ പറയൂ. ശ്രീകൃഷ്ണ ഭഗവാനും ശ്രമിച്ചു. എന്നിട്ടോ നാബുദ്ധ്യത എന്ന് പറഞ്ഞാൽ ഒട്ടും അദ്ദേഹത്തിൻ്റെ ബോധം ഉണർന്നില്ല. കാരണം ശുചാർപ്പിത, ശോചം, വളരെ ശോചനീയം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ശോചം എന്ന് പറഞ്ഞാൽ എന്താണ്? ശോചിക്കരുത്. അവർക്ക് പറയൂ, ദുഃഖിക്കരുത്. അപ്പം ശുചാർപ്പിതം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദുഃഖത്തിൽ അർപ്പിതമായ, മുഴുകിക്കിടക്കുന്ന മനസ്സിനെ ഉയർത്തിക്കൊണ്ടുവരാൻ ഇവർക്കാർക്കും സാധിച്ചില്ല. അപ്പം സാക്ഷാൽ കൃഷ്ണൻ വിചാരിച്ചിട്ട് പോലും യുധിഷ്ഠിരൻ്റെ മനസ്സിനെ ഉയർത്തിക്കൊണ്ടുവരാൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം മനസ്സിലാക്കേണ്ടത്? ആർക്കും ആരുടെയും മനസ്സിനെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധ്യമല്ല. ആർക്കേ പറ്റുള്ളൂ? അവനവന് മാത്രമേ പറ്റുള്ളൂ. മനസ്സിലാവുണ്ടല്ലോ? അതുകൊണ്ട് നിങ്ങൾ എത്ര ഉപദേശിച്ചാലും മറ്റൊരാളത് സ്വീകരിച്ചില്ലെങ്കിൽ ഒരു കാര്യമില്ല. വെറുതെ നമുക്ക് ഉപദേശിക്കുക എന്ന് മാത്രം. ശരിയല്ലേ? ഇത് എത്ര ഡീപ്പായിട്ടാണ് അത് എഴുതി വെച്ചിരിക്കുന്നത് നോക്കൂ. അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണനെ നിങ്ങൾ പറയൂ, നമ്മൾ കുട്ടികളെയും കൊണ്ട് തൊഴുതു പോകുന്നതാണോ, അമ്പലത്തിലൊക്കെ തൊഴുതു പോകുന്നതാണോ വേണ്ടത്? അതോ അവരുടെ മനസ്സിനെ നാളെ പിടികൂടാൻ സാധ്യതയുള്ള ദുർബലതകളിൽ നിന്നും പുറത്ത് കടക്കാനുള്ള പരിശീലനം നൽകുകയാണോ വേണ്ടത്? ശരിക്കുള്ള ഭക്തി ഏതാണ്? അമ്പലങ്ങളിൽ പോയി തൊഴുതു പോകുന്നതാണോ ഭക്തി? അതോ നാളെ പിടികൂടാൻ? നോക്കൂ, ഇവിടെ കൃഷ്ണനെ കാണുന്ന വ്യക്തിയാണ് യുധിഷ്ഠിരൻ, അല്ലേ? എന്താ മനസ്സിലാക്കുന്നില്ല? യുധിഷ്ഠിരൻ്റെ മുന്നിൽ ആരാ ഉള്ളത്? ഇതെല്ലാം ഉപദേശിക്കുമ്പോൾ യുധിഷ്ഠിരൻ്റെ മുന്നിൽ ആരാ ഉള്ളത്? ഭഗവാൻ കൃഷ്ണനുണ്ട്. ഭഗവാൻ വേണ്ട പോലെ പ്രബോധനം കൊടുത്തുവെങ്കിലും, കൗൺസിലിംഗ് കൊടുത്തുവെങ്കിലും, ഗൈഡൻസ് കൊടുത്തുവെങ്കിലും ദുഃഖത്തിൽ അത്രയും ആഴ്ന്നിരിക്കുന്ന, മുഴുകിയിരിക്കുന്ന യുധിഷ്ഠിരൻ്റെ മനസ്സിനെ ഉയർത്തിക്കൊണ്ടുവരാൻ കൃഷ്ണന് പോലും സാധിച്ചില്ല എന്ന് പറയുമ്പോൾ ഇതൊന്ന് നമ്മളെന്താ മനസ്സിലാക്കേണ്ടത്? കൃഷ്ണനെ കണ്ടതുകൊണ്ട് കാര്യമുണ്ടോ? അപ്പോൾ വെറുതെ തൊഴുതു പോകുന്നതാണോ ഭക്തി? വെറുതെ തൊഴുതു പോകുന്നതാണോ ഭക്തി? അതോ അവനവൻ്റെ മനസ്സിനെ ഉയർത്താൻ നിരന്തരം പരിശീലിക്കുന്നതാണോ ഭക്തി? ഇത് വ്യക്തത നമുക്കുണ്ടാവണം. മനസ്സിലായില്ല? ഇത് അച്ഛനമ്മമാർക്കില്ല. ഈ ഭക്തി എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഭക്തി എന്ന് പറയുന്നത് അനന്യമായ, കൂടെ വന്നില്ല, നേരത്തെ പറഞ്ഞ വാക്കുകളൊന്നും വിട്ടുപോകരുത്. എന്താണ് ഭക്തി? അനന്യമായ ജപമാണ് ഭക്തി. അപ്പോൾ ആ അനന്യമായ ജപം നേരത്തെ പരിശീലിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരു ട്രാജിക് സിറ്റുവേഷനിൽ, ഒരു നമ്മളെന്ന് പറയുന്ന ഒരു ഡിപ്രഷൻ സ്റ്റേറ്റിലേക്ക്, അല്ലെങ്കിൽ ഒരു മെൻ്റൽ
കംപ്ലീറ്റ്ലി ഒരു സൈക്കോളജിക്കൽ ഒരു ഡിസോർഡറിലേക്ക് ഒരിക്കലും യുധിഷ്ഠിരൻ പോവില്ലായിരുന്നു. അപ്പം മനസ്സിലാവുണ്ട് നിങ്ങൾക്ക്. അപ്പം നമുക്കൊക്കെ പറ്റിയൊരു വീഴ്ച എന്താണെന്ന് വെച്ചാൽ, ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ കുട്ടികളെ കൊണ്ടുപോകുന്നുണ്ടെങ്കിലും ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ ആ ജപസംസ്കാരങ്ങളൊന്നും കുട്ടികളെ വേണ്ടതുപോലെ പഠിപ്പിക്കുന്നില്ല. മനസ്സിലായില്ല? അപ്പം ഇവിടെ കൃഷ്ണനെ കണ്ടതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു പ്രയോജനമില്ല. കാരണം ജീവിച്ചിരുന്ന കൃഷ്ണൻ്റെ മുന്നിലാണ് യുധിഷ്ഠിരൻ ഡിപ്രഷനിലായിപ്പോയത്. ശുചാർപ്പിത, ആ വാക്ക് വളരെ പ്രധാനമാണ്. ശുചാർപ്പിത, ശുചത്തിൽ, ദുഃഖത്തിൽ അത്രയും ആഴ്ന്നുപോയ യുധിഷ്ഠിരൻ്റെ മനസ്സിനെ പുറത്തു കൊണ്ടുവരാൻ കൃഷ്ണനോ വേദവ്യാസ മഹർഷിമാർക്ക് അങ്ങനെയുള്ള ആളുകൾക്കൊന്നും സാധിച്ചില്ല. അപ്പോൾ കൃഷ്ണൻ കൈവിട്ടില്ല. കൃഷ്ണൻ എന്ത് ചെയ്തു വെച്ചാൽ, യുധിഷ്ഠിരനെയും കൊണ്ട് ഭഗവാൻ ഭീഷ്മ പിതാമഹൻ്റെ അടുത്തേക്ക് പോവുകയാണ്. എവിടേക്ക്? ആ ഭീഷ്മരെ ഇങ്ങനെ ശരശയിൽ കടത്തിയിട്ടാണ് ഇയാൾ ഡിപ്രഷനിലായത്. ആരെ ഓർത്തുകൊണ്ടാണോ ഡിപ്രഷനിലായത് അയാളുടെ അടുത്തേക്കാണ് ആരെ കൊണ്ടുപോകുന്നത്? ആരുടെ അടുത്തേക്ക് കൊണ്ടുപോകണു? ഭീഷ്മരുടെ അടുത്തേക്ക്. ഇതേ ദുഃഖത്തിലാവാൻ കാരണം ആരെ ഓർത്തിട്ടാണ്? ഭീഷ്മരെ ഓർത്തിട്ടാണ്. അങ്ങനെ ഭീഷ്മ പിതാമഹൻ്റെ അടുത്തേക്ക് പോകുമ്പം ഭീഷ്മൻ കിടക്കുന്നത് എവിടെയാ? ശരശയിൽ. അദ്ദേഹത്തിന് കണ്ണുനീരൊക്കെ ഇങ്ങനെ വരാൻ, കൃഷ്ണനെ കാണാൻ പറ്റുന്നില്ല, പക്ഷെ അത് നിഴൽ അദ്ദേഹത്തിന് അനുഭവപ്പെട്ടിട്ടുണ്ടാവും. കണ്ണുനീരങ്ങനെ വരികയാണ്. ആ കണ്ണിൽ നിന്ന് ധാരധാരയായിട്ട് കണ്ണുനീര് പോകുമ്പം യുധിഷ്ഠിരൻ കരുതിയത് എന്താ വെച്ചാൽ, ഞങ്ങൾ കാരണം മഹാപാപികൾ, ഞങ്ങൾ കാരണം ഈ മനുഷ്യനെ ശരശയിലാക്കി ചോരയൊക്കെ വറ്റി ശരീരം മുഴുവൻ വെന്ത് നീറി ഇദ്ദേഹത്തിനെ ഉപദ്രവിക്കാവുന്നതിൻ്റെ മാക്സിമം വേദന കൊടുത്ത് ഞങ്ങളിപ്പോൾ ശപിച്ചോ പ്രാഗിയൊക്കെ ഇരിക്കുകയായിരിക്കും ഇല്ലേ, അങ്ങനെയൊക്കെ ഇരിക്കുന്ന ആളാണ് എന്നൊക്കെയാണ് ആരുടെ വിചാരം? യുധിഷ്ഠിരൻ്റെ വിചാരം. അപ്പോൾ യുധിഷ്ഠിരനെ നോക്കിക്കൊണ്ട് പറയാണ്, ഞാൻ കരയുന്നത് എൻ്റെ ശരീരത്തിൻ്റെ വേദനയോ അല്ലെങ്കിൽ എൻ്റെ വിഷമങ്ങളോ ഓർത്തല്ല, കുലം നശിച്ചതിൻ്റെ വിഷമങ്ങളൊന്നും ഓർത്തല്ല, ഞാൻ കരയുന്നത് നിൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കിയിട്ടാണ്. നിന്നെ ഓർത്ത് കരയുന്നു. നോക്കൂ നിങ്ങൾ, എന്തൊരു മനോഹരമാണ്. 15-ാം ശ്ലോകം, 9-ാം അധ്യായത്തിൽ 15-ാം ശ്ലോകം. എത്ര ധർമ്മസുതോ രാജ ഗതാപാണിർവൃഗോധര കൃഷ്ണോസ്തി ഗാണ്ഡീവം ചാപം സുഹൃത്കൃഷ്ണസ്തോ വിപത്ത്. എന്താ പറയുന്നത്? വളരെ ഗംഭീരമായിട്ടൊരു ശ്ലോകമാണിത്. എത്ര ധർമ്മസുതോ, ഏ യുധിഷ്ഠിര, നീ ധർമ്മസുതനാണ്, ധർമ്മമൂർത്തിയാണ്. ഇനി നിനക്കാണെങ്കിൽ സഹോദരന്മാരായി ഗാണ്ഡീവധാരിയായ ആരുണ്ട്? അർജുനൻ. കരുത്തന്മാരുണ്ട് എന്നർത്ഥം. എൻ്റെ കൂടെ നീ ഒറ്റയ്ക്കല്ല, കരുത്തന്മാരായ സഹോദരന്മാർ. ഇതൊക്കെ വിട്ടോളൂ. ഏറ്റവും അതിഗംഭീരം എന്ന് പറയുന്നത്, നമ്മൾ പറയില്ലേ സർവോപരി, ഇതിനേക്കാളൊക്കെ വിശിഷ്ടം എന്ന് പറയുന്നത് സുഹൃത് കൃഷ്ണ. ആരുണ്ട്? ഏറ്റവും വലിയ സുഹൃത്തായിട്ട്, സന്തത സഹചാരിയായിട്ട്, നിഴലുപോലെ എപ്പോഴും നിങ്ങളെ ഗൈഡ് ചെയ്യാൻ, ആശ്വസിപ്പിക്കാൻ, നിങ്ങളെ സമാധാനിപ്പിക്കാൻ, നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാൻ ആരുണ്ട്? കൃഷ്ണനുണ്ട്. എന്നിട്ടും വിപത്ത്, തതോ വിപത്ത്, നീ വിപത്തിൽ തന്നെ നിൽക്കുന്നത് കാണുമ്പോൾ ഞാൻ ദുഃഖിച്ചു പോകുന്നു എന്നാണ്. ഇതൊക്കെ അനുകൂലമായി പലതും ഉണ്ടായിട്ടും നീ ഇപ്പോഴും മാനസികമായി തളർന്നിരിക്കുന്നത് കാണുമ്പോൾ, ഇത് കാണുമ്പോൾ എനിക്ക് വേദന തോന്നുന്നു. അപ്പോൾ എന്താ ഇതിൽ മനസ്സിലാക്കേണ്ടത്? ആര് കൂടെ ഉണ്ടായിട്ടും കാര്യമില്ലാതെ. ഇതൊരു കളിയാക്കലാണ് വാസ്തവത്തിൽ. ഇത് വേറെ രീതി പറയുകയാണെങ്കിൽ, നിനക്ക് കരുത്തന്മാരായ സഹോദരന്മാരുണ്ടായിട്ടെന്താ കാര്യം? കൂടെ കൃഷ്ണനുണ്ടായിട്ടെന്താ കാര്യം? നിൻ്റെ അവസ്ഥ നോക്കടോ ഇപ്പോഴത്തെ. ഇതൊന്നും ഉണ്ടായിട്ട് നിനക്ക് യാതൊരു പ്രയോജനവുമില്ല. കാരണം നീ അത്രയും മാനസികമായി അവർക്ക് പറയൂ തളർന്നിരിക്കുക. ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. എന്ത്? ആര് കൂടെയുണ്ടായിട്ടും കാര്യമില്ല. കാരണം മനസ്സൊരു വിഷമാവസ്ഥയിലേക്ക്, വേദനാവസ്ഥയിലേക്ക്, ദുഃഖാവസ്ഥയിലേക്ക്, ഒരു വിഷാദാവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ ആര് കൂടെയുണ്ടായിട്ടും കാര്യമില്ല. അപ്പം നമ്മുടെയൊക്കെ മനസ്സിനെ ഇപ്പോൾ നമ്മൾ അറിയാതെ, നേരത്തെ പാമ്പിൻ്റെ കാര്യം പറഞ്ഞില്ലേ, പാമ്പ് തവളെ വിഴുങ്ങുന്ന പോലെ നമ്മുടെ
വിഷമങ്ങൾ, വേദനകളൊക്കെ മനസ്സിനെ പതുക്കെ പതുക്കെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന് ഒരു ദീർഘവീക്ഷണം ചെയ്യാൻ നമുക്ക് സാധിക്കണം. കൂടെ ആരൊക്കെ ഉണ്ടായാലും മനസ്സ് തളർന്നാൽ ആരുണ്ടായിട്ടും ഉറക്കെ പറയൂ കാര്യമില്ല. ഇതാരെ ഓർമ്മിപ്പിക്കുകയാണ്? ഭീഷ്മരെയോ? ഇത് ഭീഷ്മരെയാണ് ഓർമ്മിപ്പിക്കുന്നത്. ഭീഷ്മരാരെ ഓർമ്മിപ്പിക്കുകയാണ്? യുധിഷ്ഠിരനെ ഓർമ്മിപ്പിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ജീവിതത്തിൽ ഈ കാര്യം എപ്പോഴും ഓർക്കുക, അവനവൻ തളർന്നാൽ അവനവന് നഷ്ടം. അവനവനെ ഉയർത്താൻ ആർക്കേ പറ്റുള്ളൂ? അവനവനേ പറ്റുള്ളൂ. ഗീതയിലെ ഏറ്റവും സുപ്രസിദ്ധമായ ശ്ലോകം അതാണ്. ഏതാണ്? ഉദ്ധരേത് ആത്മനാത്മാനം. അവനവനെ ഉയർത്തേണ്ടത് അവനവൻ തന്നെയാണെന്ന് ഒരിക്കലും മറക്കരുത് എന്ന്. ഇത് കൃഷ്ണൻ അർജുനനെ ഓർമ്മിപ്പിക്കുന്നതാണ്. ഭീഷ്മ പിതാമഹനും ഇവിടെ ഓർമ്മിപ്പിക്കുന്നത് പറഞ്ഞു. അതുകൊണ്ട് സർവാത്മനാ സമദൃശോ ഹി അദ്വയസ്യ അനഹംകൃതേ തത്കൃതം മതിവൈഷ്ണമ്യം നിരവധ്യസ്യ ന ക്വചിൽ. നിൻ്റെ ഉള്ളിൽ നിനക്കല്പമൊരു സമദൃശം, നിൻ്റെ ഉള്ളിൽ അല്പമൊരു സമചിത്തത കൈവരിക്കാൻ നിനക്ക് സാധിച്ചിരുന്നുവെങ്കിൽ നിൻ്റെ ഈ ഒരു അവസ്ഥയിലേക്ക്, മാനസികമായ ഈ അവസ്ഥയിലേക്ക് നീ ഒരിക്കലും താഴ്ന്നു പോവില്ലായിരുന്നു. മനസ്സിലായില്ലേ? അതുകൊണ്ട് നിൻ്റെ മനസ്സിനെ ഈ അവസ്ഥയിൽ എത്തിച്ചത് വേറെ ആരും അല്ല. ആരുടെയും മരണമോ ആരുടെയും അല്ലെങ്കിൽ നിൻ്റെ ഇതല്ല. നിന്നെ അവസ്ഥയിലേക്ക് എത്തിച്ചത് നിൻ്റെ മനസ്സിനെ അങ്ങനെ അഴിച്ചുവിട്ടു. മനസ്സിലായില്ലേ? നീ നിൻ്റെ മനസ്സിനെ വേണ്ട വിധത്തിൽ ഉയർത്തിയിരുന്നെങ്കിൽ നിനക്ക് ഈ ദുരിതം ഒരിക്കലും വരില്ലായിരുന്നു. എന്നിട്ട് പിന്നീട് യുധിഷ്ഠിരന് മനസ്സിനെ ഉയർത്താനുള്ള വഴികളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അതാണ് വിഷ്ണു സഹസ്രനാമ ജപം. എന്തിനാണ് ഈ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത്? വിഷ്ണു സഹസ്രനാമ ജപം അതിൻ്റെ ലക്ഷ്യം എന്താണ്? നാമജപത്തിലേക്ക് ശ്രദ്ധ തിരിച്ചുവിടുമ്പോൾ, ക്രമേണ മനസ്സ് നാമത്തിലേക്ക് തിരിച്ചുവിടുമ്പോൾ ആ നാമശക്തി മനസ്സിലേക്ക് സ്വാധീനിക്കപ്പെട്ട് അങ്ങനെ ക്രമേണ മനസ്സ് നാമത്തിലേക്ക് ശ്രദ്ധ തിരിക്കും തോറും വാസനയിലേക്കുള്ള അതിൻ്റെ ശ്രദ്ധയും അതിൻ്റെ അടിമത്വവും അല്ലെങ്കിൽ അതിൻ്റെ ദുർബലതയും ക്രമേണ കുറഞ്ഞു വരും. വളരെ ശ്രദ്ധിക്കുക. മനുഷ്യൻ്റെ മനസ്സെന്താണെന്ന് കണ്ടുപിടിക്കാൻ ശാസ്ത്രത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല. പക്ഷെ നമുക്കറിയാം, നമ്മുടെ മനസ്സിൽ 2 തരം ചിന്തകളുണ്ട്. ഒന്ന് നമ്മളെ ദുർബലമാക്കുന്ന, ഇന്നതിന് നമ്മൾ നെഗറ്റീവ് തോട്ട്സ് എന്ന് പറയും. അതിന് നമ്മുടെ ഋഷിവര്യന്മാർ നെഗറ്റീവ് എന്നതിന് പേര് കൊടുത്തിരിക്കുന്നത് ആസുരികം എന്നാണ്. എന്താണ്? ആസുരിക ചിന്ത. അപ്പം എപ്പോഴും നിങ്ങൾ ഈ ആസുരിക ചിന്ത എന്താണെന്ന് മനസ്സിലാക്കണം. അല്ലാതെ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്താ ആസുരികം. നമ്മുടെ വിഷമങ്ങൾ, നമ്മുടെ വേദനകൾ, നമ്മുടെ മാഹാത്മ്യം, നമ്മുടെ മഹത്വം, ഇതൊക്കെ പറയുന്നത് നമ്മൾ അറിയുന്നില്ല. ഇതെല്ലാം ഏത് ചിന്തയാണ്? വാസ്തവത്തിൽ പോസിറ്റീവ് ചിന്തയല്ല, ഇതെല്ലാം ആസുരിക ചിന്തയാണ്. അതെന്താ കാരണം? നമ്മളിപ്പോൾ നമ്മുടെ മഹിമകളും ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ ആരോഗ്യമുള്ളത് കൊണ്ടാണ് പറയുന്നത്, കുടുംബ ബന്ധങ്ങൾ ഉള്ളത് കൊണ്ടാണ് പറയുന്നത്, ഇല്ലേ? എന്തെങ്കിലുമൊക്കെ സമ്പദ് സമൃദ്ധിയൊക്കെ കയ്യിലുള്ളത് കൊണ്ടാണ് ഗമ പറയുന്നത്. അസതോമാ സദ്ഗമയ, വലിയ ഗമയാണ്. അപ്പം ഈ ഗമയൊക്കെ നമ്മൾ പറയുന്നതിന് കാരണം എന്തെങ്കിലുമൊക്കെ നമ്മുടെ കയ്യിലിരിപ്പുള്ളത് കൊണ്ടാണ്, അല്ലേ? ശരിയാണോ? ആരോഗ്യം നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ, ബന്ധങ്ങളൊക്കെ നമ്മളിൽ നിന്ന് പോയാൽ, സമ്പത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ഗമയുണ്ടാവുമോ? ഉറക്കെ പറയൂ നിങ്ങൾ. ഇല്ല. ഇപ്പം നിങ്ങൾ കാണുന്നില്ലേ, ഈ മ്യാൻമർ എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് അടുത്ത ദിവസം തായ്ലൻഡിലൊക്കെ 7.1 റിച്ചാർഡ് സ്കെയിലിൽ ഭൂമി കുലുങ്ങിയത്. അപ്പോൾ വലിയ വീടുകളും കൊട്ടാരങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ ഒന്നുമില്ലാത്തവരായി നിമിഷം കൊണ്ട് തകർത്ത് കളഞ്ഞു പ്രകൃതി. അപ്പോൾ നോക്കൂ, ഇപ്പം അവർ കരയാണ്. ഒരു കാലത്ത് അവർ സമ്പന്നരാണെന്ന് അഹങ്കരിച്ചിരുന്നു. സമ്പൽ സമൃദ്ധിയിൽ അവരങ്ങനെ ആറാടിയിരുന്നു.
പ്രകൃതി ഇപ്പം എല്ലാം മണ്ണാക്കി മാറ്റിയപ്പോൾ, തകർത്ത് തരിപ്പണാക്കിയപ്പോൾ അവർ നെഞ്ചത്തടിച്ച് അവർക്ക് പറയൂ കരയുകയാണ്. അപ്പം നോക്കൂ, മനുഷ്യൻ്റെ മനസ്സ് ഇപ്പോൾ അത് ബലം കാണുന്നത്, ഇപ്പോൾ അത് സുഖം കാണുന്നത് എന്തൊക്കെയോ അനുകൂലമായി നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ടാണെന്ന് നമ്മളാരും അറിയുന്നില്ല. ഇത് ആസുരികമാണ്. അപ്പം ദൈവീകം എന്ന് പറയുന്നത് എന്താണ്? അനുഷ്ഠാനമാണ് ദൈവീകം. അപ്പം നിരന്തരമായ അനുഷ്ഠാനത്തിലൂടെ മനസ്സിനെ നമ്മൾ നാമജപത്തിലേക്ക് തിരിച്ചുവിട്ടാൽ ആ മനസ്സ് നമ്മളെ പടിപടിയായി ഉയർത്തും. അപ്പം ദൈവീക മനസ്സാണ് പോസിറ്റീവ് മൈൻഡ്, ആസുരിക മൈൻഡാണ് കൂടെ വന്നില്ല, നെഗറ്റീവ് മൈൻഡ്. അപ്പം നമ്മൾ ദൈവീക മനസ്സ് വളർത്തിയെടുത്തില്ലെങ്കിൽ ഈ മനസ്സ് ക്രമേണ ഏതായി മാറും? ആസുരികം. ഞാൻ എൻ്റെ, എനിക്ക്, എൻ്റേത് എന്നൊക്കെയുള്ള ഭാവം മുഴുകി നിൽക്കും. ദൈവീക മനസ്സ് വളർത്തിയെടുക്കും തോറും ഞാൻ ആരാണ്? നേരത്തെ പറഞ്ഞില്ലേ, ഭഗവാന്റെ, അവർക്ക് പറയൂ, ആ അംശമാണ്. അപ്പം ഞാനെന്ന ഭാവമതു തോന്നുക. അപ്പം നമ്മുടെ ഉള്ളിൽ തോന്നിയാൽ തന്നെ പറയും ഭഗവാനാണ്, എല്ലാം ഭഗവാന്റെയാണ്, ഭഗവാന്റെ അനുഗ്രഹമാണ്. എൻ്റെ എന്നുള്ളിടത്തൊക്കെ നമ്മൾ ആരെ കൊണ്ടുവരും? ഭഗവാന്റെ എന്നുള്ളൊരു ബോധം വരും. അപ്പം ആ ഭഗവാന്റെയാണ് എൻ്റെ മനസ്സ്, എൻ്റെയല്ല എൻ്റെ മനസ്സ്. എൻ്റെ മനസ്സ് ആരുടെയാണ്? ഭഗവാൻ്റെ. ഈ ബോധം നമ്മുടെ ഉള്ളിൽ അങ്ങോട്ട് ശരിക്ക് വെച്ച് കഴിഞ്ഞാൽ മനസ്സാരുടെയാണ്? അപ്പം അവിടെ ഭഗവാന്റെ കാര്യം പറയാനാണോ അത് ഉപയോഗിക്കേണ്ടത്? നമ്മുടെ കാര്യം പറയാനാണോ? ആരുടെ കാര്യം പറയാനാണ് വെക്കേണ്ടത്? ഇതൊന്ന് നിങ്ങൾ തലയിൽ ഉറപ്പിച്ച് വെക്കണേ. എൻ്റെ മനസ്സ് എൻ്റെ കാര്യം പറയാനല്ല. അപ്പം ഇപ്പം നിങ്ങൾ സ്വയം ചോദിക്കൂ, നിങ്ങൾ നിങ്ങളുടെ കാര്യം പറയാനാണോ ഉപയോഗിക്കുന്നത്, ഭഗവാന്റെ കാര്യം പറയാനാണോ ഉപയോഗിക്കുന്നത്? എന്താ നിങ്ങൾ സൈലൻറ്റ് മോഡിലായത്? അപ്പം നിങ്ങളുടെ കയ്യിലിരിപ്പ് ശരിയല്ലല്ലോ, എൻ്റെ അടക്കം. അപ്പം നമ്മുടെ മനസ്സ് ആരുടെയാണ്? ഭഗവാന്റെ ആണെങ്കിൽ ഇതാരുടെ കാര്യം ചിന്തിക്കാനുള്ളതാണ്. പക്ഷേ ഇപ്പം നമ്മൾ ആരുടെ കാര്യം ചിന്തിക്കുന്നത്? നമ്മുടെ കാര്യമാണ്. അപ്പം നമ്മുടെ പ്രവൃത്തി അത്ര ശരിയല്ലല്ലോ, ശരിയാണോ? അപ്പം ഭഗവാൻ നമുക്ക് രണ്ടെണ്ണം തന്നില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. നിനക്ക് ഞാനൊരു മനസ്സ് തന്നിട്ട് എൻ്റെ കാര്യം പറയാ, ചിന്തിക്കാതെ നീ നിൻ്റെ കുഴപ്പങ്ങളും കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്, അനുഭവിക്കടാ നീ എന്ന് പറയും. അപ്പം അതുകൊണ്ട് ഈ മനസ്സ് ഭഗവാന്റെയാണ്. എപ്പോഴും ആ ഒരു ഓർമ്മ വെക്കണം, ഓർമ്മയിലുണ്ടാവണം. ഈ മനസ്സ് ആരുടെയാണ്? ഭഗവാൻ. ഇത് എത്തിക്കേണ്ടതും ഭഗവാനിലേക്കാണ്, അല്ലേ? നമ്മളിപ്പോൾ വാടകയ്ക്കൊരു സാധനം എടുത്തു കഴിഞ്ഞാൽ, ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ തിരിച്ചെന്ത് ചെയ്യണം? ഇപ്പോൾ ഈ വാടകയ്ക്കൊക്കെ കാറെടുക്കാം, വാടകയ്ക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ, ഇപ്പം നമ്മൾ വീട്ടിലിപ്പോൾ എന്തെങ്കിലും സദ്യവട്ടങ്ങളൊക്കെ വേണം, ഇന്നിപ്പം അത്രയും പാത്രങ്ങളൊന്നും നമ്മൾ വീട്ടിൽ വെക്കേണ്ട കാര്യമില്ല. എന്തു ചെയ്യും? വാടകയ്ക്ക് എടുക്കും. അതൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾ എന്തു ചെയ്യും? ഒക്കെ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി. വാടകയ്ക്ക് എടുത്തുകൊണ്ട് അത്ര കഴുകുകയില്ല. അത് അവനവൻ്റെ ആണെങ്കിൽ അവനവൻ്റെത് കഴുകി വൃത്തിയാക്കുന്നത് പോലെ വാടകക്കാരുടെ അത്ര മതി എന്ന് പറയും. ഇങ്ങോട്ട് വരുമ്പോഴേ അതിലൊക്കെ വറ്റുണ്ടായിരുന്നു എന്നും ആ രീതിയിലൊക്കെ ചിലപ്പോൾ അത്ര വൃത്തിയാക്കാതെ. ചിലവരാണെങ്കിൽ അത് നീറ്റാക്കി വൃത്തിയാക്കി, അല്ലേ, കഴുകി വൃത്തിയാക്കി നല്ലോണം. പാലക്കാടുകാരാണെങ്കിൽ പ്രത്യേകിച്ച് അത് ചെയ്തിരിക്കും. അപ്പോൾ അങ്ങനെ അതൊക്കെ നല്ല നീറ്റ് വൃത്തിയാക്കി നമ്മൾ തിരിച്ചു കൊടുക്കുന്ന പോലെ. കാരണം അത് നമ്മുടേതല്ല, അത് ഞാൻ വാടകയ്ക്ക് എടുത്തതാണ് എന്നൊരു ബോധം ഉള്ളിലുള്ളത് കൊണ്ട് നമ്മളത് ഉപയോഗിച്ച് കൊടുക്കുന്ന പോലെ നമ്മുടെ മനസ്സും ആരുടെയാണ്? ഭഗവാന്റെയാണ്. അപ്പോൾ അത് നീറ്റാക്കി ആർക്ക് കൊടുക്കണം? ഈ ഫോറിൻ കൺട്രിയിലൊക്കെ, ചില വിദേശ രാജ്യങ്ങളിലൊക്കെ അവർ ഈ ബാത്റൂമിൽ അവിടെ എഴുതി വയ്ക്കും, ആഫ്റ്റർ യൂസിങ്, ഈ ടോയ്ലറ്റൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കീപ്പ് ഇറ്റ് ആസ് ഇറ്റ് വാസ് എന്ന്. ഏതുപോലെ വെക്കണം? പഴയതുപോലെ അതുപോലെ വെക്കണം എന്ന്. മനസ്സിലായില്ലേ? അപ്പം അത് ബോധം ഉണ്ടാവും ആളുകൾക്ക്. ഞാൻ അങ്ങോട്ട് കയറുമ്പോൾ അതെങ്ങനെ ക്ലീനായിരുന്നോ അതുപോലെ ക്ലീനാക്കി അത് വെച്ചിരിക്കണം അന്ന് എഴുതി വെക്കുമ്പോൾ കുറച്ച് ഉള്ളിത്തട്ടില്ലേ? ഇത് വായിച്ചിട്ട് അവിടെ വൃത്തികേടാക്കിയിട്ട് വരാൻ ആർക്കെയും തോന്നുമോ? എന്തോന്നും മിണ്ടാത്തത് തോന്നുമോ? ഇല്ല. എന്നതുപോലെ ഭഗവാൻ നമ്മളോട് പറയാണ്, എന്താണ്?
എന്താ ഭഗവാൻ നമ്മളോട് പറയുന്നത്? യു റിട്ടേൺ ഇറ്റ്. ഏത് റിട്ടേൺ ചെയ്യണം? ഏത് റിട്ടേൺ ചെയ്യണം? മനസ്സിനെ റിട്ടേൺ ചെയ്യണം. ആർക്ക്? ഭഗവാന്. കാരണം ഐ ആം ദ ഓണർ, ഞാനാണതിൻ്റെ ഉടമസ്ഥൻ. ഇതെപ്പോഴും നമുക്ക് ഓർമ്മ വേണം. എൻ്റെ മനസ്സിൻ്റെ ഉടമസ്ഥൻ ആരാണ്? ഭഗവാനാണ്. ശരീരത്തിൻ്റെ ഉടമസ്ഥൻ പ്രകൃതിയും മനസ്സിൻ്റെ ഉടമസ്ഥൻ ഭഗവാനുമാണ്. മറക്കരുത്.